ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അറേബ്യൻ ഡിഷാണ്. വീണ്ടും ചിക്കൻ കബ്സയാണ്. അതിന് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസാണ്, ചെറിയ പീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 1 കിലോ അരി, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 തക്കാളി ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ. എന്നിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 സ്പൂണ് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് നല്ലോണം ചൂടാകുമ്പോൾ പിന്നെ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഗ്രാമ്പൊക്കെ നല്ലോണം ചൂടായിട്ട് പൊട്ടിത്തെറിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് ശ്രദ്ധയോടെ വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 സ്പൂണ് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുക. അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കുക. ശ്രദ്ധ വേണം, ഇപ്പോഴും ഫ്ലെയിം ലോയിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ജീരകമൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ആയി വരുമ്പോൾ അതിൻ്റെ ഒരു പരുവ് അറിയുമല്ലോ, അതായി വരുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞത്, ചെറുങ്ങനെ അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 സവാള ചെറുങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെക്കാം. എന്നിട്ട് ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം അത്യാവശ്യം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് വീണ്ടും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്ത് വഴറ്റി വരിക എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ലോണം ഒന്ന് വഴറ്റി വന്നാൽ മതി. ഒരു നല്ലോണം കുഴഞ്ഞ് വന്നാൽ മതി. അപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 1.5 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിപ്പിടിക്കും. അപ്പോൾ ഇത് ചേർക്കുമ്പോഴും കൂടി ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല ഇളക്കിയിട്ട് ഒന്ന് കരിയാതെയും നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/2 സ്പൂണ്, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴും കുറച്ച് തീ കൂട്ടിയിട്ടും തീ കുറച്ചിട്ടും വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം ആയി വരില്ല. അപ്പോൾ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിൻ്റെ പേസ്റ്റ് നമുക്ക് അതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് തുടച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടി ഒരു പച്ച കുത്തൊന്ന് മാറാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. ചെറിയ പീസിലാണ് സാധാരണ ചെയ്യൽ. എൻ്റെ അടുത്ത് വലിയ പീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം മസാലയൊക്കെ പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമുക്ക്. അതിലേക്ക് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം, അത് ആ രീതിയിലുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഇത് വേവണം. 15 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3/4 വേവായാൽ മതി. അത് ഇളക്കി നല്ലോണം യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റൊക്കെ അടച്ച് വെച്ചാലും മതി, വേവിച്ചാലും മതി. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വേവേണ്ട ആവശ്യമില്ല, ഓവർ വേവേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നുകൂടി ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഞാൻ ഇട്ടതിൽ കുറച്ച് നല്ലോണം വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് വേറെ ആക്കി വെക്കാം കേട്ടോ, ഒക്കെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലാണ് റൈസ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് ചിക്കൻ പീസസൊക്കെ ഞാൻ ഓരോന്ന് പെറുക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും. ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം. അതുപോലെ തന്നെ ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് വേറൊരു പണിയും കൂടിയുണ്ട്. അപ്പോൾ അതായത് ഒരു ഹാഫ് വെന്തിട്ടൊക്കെ ഉണ്ട് റൈസ്. നല്ല രീതിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പരസ്പരം ഒട്ടാതെ ലെമൺ ജ്യൂസ് ഇട്ടതുകൊണ്ട് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാനിൽ ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. എന്താ പറഞ്ഞാൽ നമുക്ക് ചിക്കനിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്കുള്ളതാണിത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ട് ചിക്കൻ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിലൊക്കെ മസാല പുരട്ടി വെക്കാം. അപ്പോൾ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചിക്കനൊക്കെ നമുക്കിതിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഹാഫ് വേവാണെങ്കിൽ വൃത്തിക്കത് പുരട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ പീസുകളെല്ലാം ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഓരോ പീസസും എല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇനിയിപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് നമുക്കെല്ലാം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓരോ സൈഡും ഈ 2 മിനിറ്റോളം മതി. കാരണം ഷാലോ ഫ്രൈ ആണല്ലോ, ഡീപ്പ് ഫ്രൈ അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടെല്ലാം നമുക്കിത് 2 സൈഡും ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം മാറ്റിയെടുക്കാം കേട്ടോ. ചിക്കൻ പീസസൊക്കെ മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് റൈസിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ റൈസ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഏകദേശം 90% ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ റൈസ് നല്ല വിട്ടിട്ട് അരികൾ തമ്മിൽ ഒട്ടാതെ, ചോറുകൾ തമ്മിൽ ഒട്ടാതെ നല്ലൊരു റൈസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് എല്ലാം വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 8 മിനിറ്റോളം നമുക്ക്
അടിയിൽ പഴയ ഒരു പാന് വെച്ച് കൊടുക്കണം. ദോശ തവയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 8 മിനിറ്റോളം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇതായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ പീസസ് എല്ലാം ഓരോന്നായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ റൈസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കബ്സയാണ് കേട്ടോ. ഇത് ഈ രീതിയിലും ചെയ്യാം, മറ്റൊരു രീതിയിൽ ചെയ്യാനുള്ള ഇതും കൂടിയുണ്ട്. അപ്പോൾ അതും ഞാൻ ചെയ്യലുണ്ട്, ബീഫിൽ ചെയ്യുന്നതാണത്. അപ്പോൾ ഞാൻ ആ റെസിപ്പിയും കൂടി ഇടുന്നുണ്ട്. ഈ രീതിയിൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കണ്ണി കണ്ട മസാലപ്പൊടികളൊന്നും ഇല്ലാതെ നല്ല ഒരു ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലത്തെ നല്ല റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.